നമസ്കാരം കൂട്ടുകാരെ. മിസ്റ്റർ അഖിൽ മാരാറെ, താങ്കളുടെ ഭാര്യ ലക്ഷ്മി 2 പ്രസവിച്ചില്ലേ? ഭാര്യയോട് ചോദിച്ച് നോക്ക്, അണ്ണൻ്റെ ലക്ഷ്മി എൻജോയ് ചെയ്തിട്ടാണോ പ്രസവിച്ചതെന്ന്. എന്തൊരു വിഡ്ഢിത്തമാണ് അഖിൽ താങ്കൾ സംസാരിക്കുന്നത്? ഏത് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് മാരക രോഗമാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ് രക്ഷിതാക്കളെയും ഗർഭിണികളെയും തെറ്റിദ്ധരിപ്പിച്ചത്? അങ്ങനെയുള്ള ആൾക്കാരെ അഖിലിന് അറിയാം എങ്കിൽ സൊസൈറ്റിക്ക് മുന്നിൽ കൊണ്ടുവരണം കേട്ടോ. വെറുതെ ഒരു പ്രസ്താവന തള്ളിയിട്ട് പോകരുത്. എൻ്റെ അറിവിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും എന്ന് കരുതി തെറ്റിദ്ധരിപ്പിക്കാറില്ല. കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ അതിനുള്ള മെഡിസിൻസ് ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും പേഷ്യൻസിന് നൽകും. താങ്കൾ പറഞ്ഞ പ്രസ്താവന തെറ്റായിപ്പോയി അഖിൽ. യൂട്രസ്, ഓവറി, ഫാളോപ്പിൻ ട്യൂബ്സ് ഇതൊന്നും എന്താണെന്ന് പോലും അറിയാത്ത താങ്കളോട് എന്ത് പറയാൻ? പണ്ടത്തെ സ്ത്രീകൾ 2, 3, 4, 5 ഒക്കെ പ്രസവിക്കുമെന്ന് താങ്കൾ പറഞ്ഞല്ലോ. എന്നിട്ട് മാറിയിരുന്ന് 2 ഇടങ്ങഴി അരി കുത്തുമായിരുന്നു അല്ലേ? പണ്ടത്തെ പ്രസവത്തോടുകൂടി മരിക്കുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഗൈനക്കോളജിസ്റ്റ്, ഹോസ്പിറ്റൽസ്, നേഴ്സസ്, നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. മരണസംഖ്യ കുറഞ്ഞു. ബിഗ് ബോസിലായിരുന്ന സമയത്ത് അഖിലിൻ്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. കാരണം നല്ലപോലെ ഗെയിം കളിച്ച് രക്ഷപ്പെട്ട ഒരാളാണ് അഖിൽ. നല്ല ഗെയിമായിരുന്നു ആ സമയത്ത്. പക്ഷേ അതിനുശേഷം താനൊരു പാഴായിപ്പോയല്ലോ. അഖിൽ, ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ആർ യു സ്റ്റുപ്പിഡ് ഓർ ആർ യു ആക്ടിങ് സ്റ്റുപ്പിഡ്?